പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് 83-ാമത്തെ പേജിലെ 1, 2, 3 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തിരുന്നു. ഇന്ന് ഇതിലെ 4-ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് ദി ഫോളോവിങ് ഡിഫറൻസസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് വൺ 125 × 75 മൈനസ് 126 × 74. എന്താണ് ആദ്യത്തെ ഈ രണ്ട് നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ഡിഫറൻസ് കാണുക എന്നാണ് അർത്ഥം. അങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വേണേൽ ചെയ്യാം. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്, ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 125 × 75. അതിന് നമുക്ക് ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഒന്നിച്ച് ചെയ്യാതെ ഇത്രയും പാർട്ട് ആദ്യം ഒന്ന് ചെയ്യുക, ഇത് രണ്ടാമത് ചെയ്യുക, അതിന് ശേഷം ഈ ഡിഫറൻസ് കാണുക. 125 × 75 കാണാൻ നേരത്തെ നമ്മൾ പഠിച്ചു. 125 ഉം 75 രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് സാറിന് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ അല്ലാതെ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യുക, ഇതിനെ രണ്ടിനെ 100 കണക്ട് ചെയ്ത് പറയാം. 125 എന്നുള്ളതിനെ 100 + 25 എന്നും 75 എന്നുള്ളതിനെ 100 - 25 എന്നും എഴുതാം. ഇപ്പോൾ നമ്മൾ പഠിച്ച രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ അതേ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് അതിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിലാണ്. അത് കാണുന്നതിന് പകരം ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി x + y × x - y = x² - y² എന്നുള്ള ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 100² - 25² എന്ന് കിട്ടും. ഇതിൻ്റെ ബാക്കി ചെയ്യേണ്ട എത്ര വരെ ചെയ്താണ്. അടുത്ത ഇനി രണ്ടാമത്തെ പാർട്ട് 126 × 74. ഇതിനെ നമുക്ക് 100 കണക്ട് ചെയ്ത് ഇങ്ങനെ പറയാം. 126 എന്നുള്ളതിനെ 100 + 26 എന്നും 74 എന്നുള്ളതിനെ 100 - 26 എന്നും എഴുതാം. അപ്പോൾ ഇത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് അതേ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് അതിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിലാണ്. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ 100² - 26² എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ ഫുൾ എഴുതുക. എന്താ 125 × 75 മൈനസ് 126 × 74 ഇതിൽ ആദ്യത്തെ പാർട്ടിന് പകരം ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ 100² - 25² മൈനസ് രണ്ടാമത്തേന് കിട്ടിയ ആൻസർ 100² - 26². അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് 100² - 25² നിന്ന് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യണം. 100² സബ്ട്രാക്ട് ചെയ്യണം, -26² സബ്ട്രാക്ട് ചെയ്യണം. -26² സബ്ട്രാക്ട് ചെയ്യുക, ഒരു നമ്പറിൻ്റെ മൈനസ് സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആഡ് ചെയ്യുന്നതിനോട് ഈക്വലാണ്. അപ്പം +26² എന്നാവും. നമുക്ക് 100² നിന്ന് 100² പോയാൽ 0 ആയിപ്പോയി. പോയിട്ട് ബാക്കിയുള്ളത് -25² +26². ഈ പ്ലസ് ആയിട്ടുള്ള നമ്പർ ആദ്യം എഴുതുക, 26² - 25². ഇപ്പോൾ നമ്മൾ പഠിച്ച രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് എന്നുള്ള രൂപത്തിലാണ്. സ്ക്വയറിൻ്റെ ഡിഫറൻസ് കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, x² - y² കാണുന്നതിന് പകരം ആ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ അതിൻ്റെ ഡിഫറൻസ് അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടാൽ മതി. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ് കാണുക, എന്നിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് കാണുക. സമ്മ എന്ന് പറയുന്നത് 51, ഡിഫറൻസ് എന്ന് പറയുന്നത് 1, അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 51 എന്ന് കിട്ടി. ആൻസർ 51 എന്ന് കിട്ടി. ചെയ്ത് മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. സെക്കൻഡും തേർഡും ഒക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇത് 10.3 × 9.7 മൈനസ് 10.7 × 9.3. നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന്. അതിൽ ആദ്യത്തെ പാർട്ട് 10.3 × 9.7. 10നെ നമുക്ക് 10 കണക്ട് ചെയ്ത് പറയാം. 10.3 എന്നുള്ളതിനെ 10 + 0.3 എന്നും 9.7 എന്നുള്ളതിനെ 10 - 0.3 എന്നും എഴുതാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ അതേ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് അതിൻ്റെ പ്രൊഡക്റ്റ് കാണുന്നതിന് പകരം ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇവിടെ അതുപോലെ തന്നെ 10.7 × 9.3. ഇനി നമുക്ക് 10 കണക്ട് ചെയ്ത് 10 + 0.7 എന്നും 10 - 0.7 എന്നും എഴുതാം. അപ്പോൾ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിൽ ഫസ്റ്റ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ, ഫസ്റ്റ് വൺ മൈനസ് സെക്കൻഡ് വൺ. അപ്പോൾ ഫസ്റ്റ് വണ്ണിന് പകരം ഇത് എഴുതാം 10² - 0.3² മൈനസ് സെക്കൻഡ് വണ്ണിന് പകരം ഇത് എഴുതാം 10² - 0.7². നമുക്ക് ഇത് സബ്ട്രാക്ട് ചെയ്യണം. 10² 0.7² സബ്ട്രാക്ട് ചെയ്യണം. 10² പിന്നെ -0.7² ആണ്. അപ്പോൾ മൈനസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും, അത് പ്ലസ് ആവും. നമുക്ക് 10² നിന്ന് 10² സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആയിപ്പോയി. അത് രണ്ടും പോയിട്ട് 0.7² - 0.3². ഇത് രണ്ട് നമ്പേഴ്സിൻ്റെ
സ്ക്വയറിൻ്റെ ഡിഫറൻസ് കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 0.7ഉം 0.3 കൂടെ ആഡ് ചെയ്താൽ 1, സബ്ട്രാക്ട് ചെയ്താലോ 0.4. 1 × 0.4 എന്ന് പറഞ്ഞാൽ 0.4. ഇതിൻ്റെ ആൻസർ 0.4 എന്ന് കിട്ടും. ചെയ്ത് മനസ്സിലായോ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ, ഇതിൻ്റെ 5th ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്താൽ. അടുത്തത് ഈ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. മാർക്ക് 4 numbers forming a square in a calendar 4, 5, 11, 12. Add the square of the diagonal pair and find the difference of the sum. ഡയഗണൽ ആയിട്ടുള്ള ആ നമ്പേഴ്സിൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയറും 12ൻ്റെ സ്ക്വയറും കൂടെ കണ്ടിട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ എപ്പോഴും അതുപോലെ തന്നെ 5ൻ്റെ സ്ക്വയറും 11ൻ്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്ത എന്നിട്ട് ആ രണ്ട് ആൻസർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ 14 എന്ന് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്ന ഇതാണ്, ഡു ദിസ് ഫോർ അതർ 4 numbers. വേറെ 4 numbers എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം. വേറെ 4 numbers ഇതുപോലെ എടുത്ത് ചെയ്യാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വേറെ 4 numbers നോക്കാം. കലണ്ടറിലെ നമ്പേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് 1 എന്നെടുത്തു, ആദ്യത്തെ നമ്പർ. രണ്ടാമത്തെ നമ്പർ 2. പിന്നെ ഈ താഴെ 1ൻ്റെ താഴെ വരുന്ന നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, കലണ്ടറിലെ ആകുമ്പം 7 ആഡ് ചെയ്താൽ മതി. 7. പിന്നെ ഈ 8ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 8 ആഡ് ചെയ്യുക. ഇവിടെ 9 കിട്ടും. അപ്പം 1, 2, 8, 9 ഇതാണ് നമ്പേഴ്സ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡയഗണലിലുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ്, 1ൻ്റെ സ്ക്വയർ 9ൻ്റെ സ്ക്വയർ, അതിൻ്റെ സമ്മ്. ഇപ്പോൾ 82 എന്ന് കിട്ടും. 2ൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ, 4ഉം 64ഉം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 68 എന്ന് കിട്ടും. ഈ രണ്ട് ആൻസറും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് 14 എന്ന് കിട്ടി. ഇവിടെയും 14 എന്നായിരുന്നു ആൻസർ കിട്ടി അല്ലേ? വേറെ 4 നമ്പേഴ്സ് എടുത്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? ആൻസർ 14 എന്ന് തന്നെ കിട്ടി. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ഡിഫറൻസ് ഈസ് 14 ഓൾവേസ്. അപ്പം വേറെ ഇനി 4 നമ്പേഴ്സ് എടുത്താലും ഇതുപോലെ ഡിഫറൻസ് കാണുമ്പോൾ കിട്ടുന്നത് 14 എന്നായിരിക്കും. അങ്ങനെ എന്തുകൊണ്ടാണ് എപ്പോഴും 14 എന്ന് കിട്ടുന്നതെന്ന് ആൾജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലത്തെ പല പ്രോബ്ലം ചെയ്തതാണ് അല്ലേ? അതിനുവേണ്ടി ഫസ്റ്റ് നമ്പർ എക്സ് എന്ന് എടുക്കുക. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? അതിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുന്നു, x+1. എക്സിന് താഴെയുള്ള നമ്പർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ കൂടെ 7 ആഡ് ചെയ്യണം. പിന്നെ ഇപ്പുറമുള്ള നമ്പർ കിട്ടാൻ ഈ ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 8 ആഡ് ചെയ്യണം. അപ്പോൾ എക്സ്, x+1, x+7, x+8 ഇതാണ് നമ്പേഴ്സ്. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡയഗണലുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. എക്സ്, x+8 ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ കാണുക. എക്സിൻ്റെ സ്ക്വയർ, x+8ൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് x+8ൻ്റെ സ്ക്വയർ കാണുമ്പം 3 ടൈം ഉണ്ടാവും എന്നുള്ള കാര്യം ഓർക്കാം. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പറിൻ്റെ സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. ഇതാണ് ആൻസർ കിട്ടുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ കൊണ്ട് ആഡ് ചെയ്താൽ 2x². പിന്നെ എക്സ് ഉള്ളത് 16x എക്സൊന്നും ഇല്ലാത്തത് 64. ഇതെല്ലാം കൂടെ വീണ്ടും ആഡ് ചെയ്ത് വെക്കരുത് കേട്ടോ. x² കൂടെ x² മാത്രമേ ആഡ് ചെയ്യാവൂ. എക്സിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്ന എക്സ് മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. വേറെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതുക. ഇനി അടുത്ത ഇവിടുത്തെ ഡയഗണൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർസ് തമ്മിൽ ആഡ് ചെയ്യുക. x+1ൻ്റെ സ്ക്വയർ, x+7ൻ്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്യുക. x+1ൻ്റെ സ്ക്വയർ കാണുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചാണ് 3 ടൈം ഉണ്ടാവും. എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പറിൻ്റെ സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ കാണുമ്പോൾ നമുക്ക് x² + 2x+1 എന്ന് കിട്ടും. ഇനി x+7 ഹോൾ സ്ക്വയർ, ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ 7. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്നാ കിട്ടും? 3 ടൈം ഉണ്ട്. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ എന്ത് കിട്ടും? 14x എന്ന് കിട്ടും. സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ 7ൻ്റെ സ്ക്വയർ 49. ഓക്കെ, ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ഈ രണ്ട് ആൻസറും കൂടെ തമ്മിൽ ആഡ് ചെയ്യണം. x² കൊണ്ട് ആഡ് ചെയ്യുക 2x². പിന്നെ 2xും 14xും കൊണ്ട് ആഡ് ചെയ്യുക 16x. 1ഉം 49 കൊണ്ട് ആഡ് ചെയ്യുക 50 എന്ന് കിട്ടും. ഇനി ആദ്യം കിട്ടിയ ആൻസറിന് രണ്ടാമത് കിട്ടിയ ആൻസറും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ആൻസർ മൈനസ് ഈ ആൻസർ.
നോക്കുക 2x² മൈനസ് 2x² രണ്ടും കൂടെ 0 ആയിപ്പോയി. 16x മൈനസ് 16x അത് 0 ആയിപ്പോയി. പിന്നെ 64 മൈനസ് 50 അത് മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ആൻസർ 14 എന്ന് കിട്ടി. അപ്പോൾ എപ്പോഴും 14 എന്ന് കിട്ടാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായോ? നമ്മളിതുപോലെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എപ്പോഴും 14 എന്നാണ് കിട്ടുന്നതിന് മനസ്സിലായി. അപ്പോൾ ഏത് നമ്പേഴ്സ് എടുത്താലും ശരി, കലണ്ടറിലെ ഏത് 4 നമ്പേഴ്സ് എടുത്ത് ഇതുപോലെ ചെയ്താലും നമുക്ക് എന്ത് ആൻസർ കിട്ടും? 14 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, എന്നാൽ ടെക്സ്റ്റ് ബുക്കിലെ ആ മൂന്നാമത്തെ പ്രോബ്ലം കൂടെ നമുക്കൊന്ന് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ, ടേക്ക് 9 നമ്പേഴ്സ് forming a square in a calendar and mark the 4 numbers at the corners. കലണ്ടറിലെ 9 നമ്പേഴ്സിൻ്റെ ഒരു സ്ക്വയർ എടുക്കുക, എന്നിട്ട് കോർണറിലുള്ള നമ്പേഴ്സ് ഇതുപോലെ റൗണ്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ദി ഡയഗണൽ പെയർസ് ആൻഡ് ഫൈൻഡ് ദി ഡിഫറൻസ് ഓഫ് ദീസ് പ്രോഡക്റ്റ്. ഡയഗണലിലുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണുക. 3 19 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 57 കിട്ടും. 5 17 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 85 കിട്ടും. എന്നിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അപ്പോൾ 28 എന്ന് കിട്ടി. ഡു ദിസ് ഫോർ സച്ച് സ്ക്വയേഴ്സ്. വേറെ 9 നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്ത് ഇതുപോലെ ചെയ്യാനാണ് പറഞ്ഞത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വേറെ 9 നമ്പേഴ്സിൻ്റെ ഒരു സ്ക്വയർ എടുത്തു. ഫസ്റ്റ് നമ്പർ 1 എന്നെടുത്തു. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്ത് കിട്ടും? 2 3. പിന്നെ താഴെയുള്ള നമ്പർ കിട്ടാൻ 7 ആഡ് ചെയ്യാം. 7 പിന്നെ 1 2 അങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. പിന്നെ താഴെയുള്ള നമ്പർ കിട്ടാൻ വീണ്ടും 7 ആഡ് ചെയ്യാം. 8 + 7 15 16 17. ഇനി ഡയഗണലിലുള്ള നമ്പേഴ്സ് 1ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പം 17 എന്ന് കിട്ടി. 3ഉം 15ഉം 45 എന്ന് കിട്ടി. അതിൻ്റെ ഡിഫറൻസ് 28. മുമ്പത്തെ ഡിഫറൻസും 28 ആയിരുന്നു അല്ലേ? എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ഡിഫറൻസ് ഈസ് ഓൾവേസ് 28. എപ്പോഴും ഡിഫറൻസ് 28 ആകാൻ കാരണം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം യൂസിങ് ഓൾജിബ്ര ഉപയോഗിച്ച്. ഇപ്പോൾ ഒക്കെ നമ്മൾ ചെയ്യുന്ന എന്താ? ഫസ്റ്റ് നമ്പർ x എന്നെടുക്കും, എന്നിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കും അല്ലേ? ഇത് വേറൊരു തരത്തിലും ചെയ്യാം കേട്ടോ. മിഡിൽ നമ്പർ x എന്നെടുത്ത് വേണമെങ്കിലും ചെയ്യാം. മിഡിലെ നമ്പർ x എന്നെടുത്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഫസ്റ്റ് നമ്പറാണ് x എന്നെടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? x + 1 x + 2 x + 7 x + 8 x + 9 x + 14 x + 15 x + 16 എന്ന് കിട്ടും അല്ലേ? ഇനി ഡയഗണലിലുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ് x × x + 16. എന്ത് കിട്ടും? x × x x², 16 × x 16x. ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റ് x + 2 × x + 14. എന്ത് കിട്ടും? x × x x², x × 14 14x, 2 × x 2x, 2 × 14 28. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത്. ഇതിൽ x², ഈ രണ്ട് നമ്പേഴ്സ് x ഉള്ളതാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 14x + 2x എന്ത് കിട്ടും? 16x 28. ഇപ്പോൾ കിട്ടിയ ആൻസർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇതിൽ വലുത് ഇതല്ലേ? ഇതാദ്യം എഴുതി, രണ്ടാമത് ഇത് എഴുതുക. അപ്പോൾ x² ന് x² സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആയി പോകും. 16x നിന്ന് 16x സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആയി പോകും. പോയിട്ട് ബാക്കിയുള്ളത് എന്താണ്? ഈ 28. ഈ 28 എന്ന ആൻസർ കിട്ടുന്നു. ഇത് എപ്പോഴും ആൻസർ 28 ആകാനുള്ള 28 ആവും എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇതോടെ ഈ ചാപ്റ്റർ തീരുകയാണ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിലെ ഐഡൻറ്റിറ്റീസ് ഇത് എല്ലാവരും ചെയ്തൊക്കെ പഠിക്കണം. ടെസ്റ്റ് പേപ്പറുണ്ട്, അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇതിലെ പ്രോബ്ലമൊക്കെ ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കുക. ഓക്കെ.